ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് റോഷ്നി. അസാമാന്യ ധൈര്യശാലി. 400ഓളം പാമ്പുകളെ രക്ഷിച്ച റോഷ്നി. അതേപോലെ ഒരുപാട് വൈൽഡ് ആനിമൽസിനെയും റോഷ്നി ഇതുപോലെ രക്ഷിച്ചിട്ടുണ്ട്. റോഷ്നിയുടെ വിശേഷങ്ങളാണ് ഇന്ന് വ്ലോഗ് ലോകത്ത്. പാമ്പെന്ന് കേട്ടാൽ പോലും നമുക്ക് പേടിയാണ്. പിന്നെയാണ് കണ്ടാൽ, പിന്നെ തൊടുന്ന കാര്യം ഓർക്കാൻ കൂടി വയ്യ. പക്ഷേ ഇത്രയും രംഗത്ത്, അതായത് പാമ്പുകളെ പിടിക്കുന്ന രംഗത്ത് ഒരു വനിത. എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഭംഗിയുള്ളൊരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. ഒരു മൂർഖനൊക്കെ പത്തിയെടുത്ത് നിന്നാൽ, അല്ലെങ്കിൽ ഒരു രാജവെമ്പാലയൊക്കെ ഒരു പത്തിയെടുത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ അത്രയും ചേലുള്ള വേറൊരു ജീവി ഇല്ല ശരിക്കും. സ്നേക്ക് ബൈറ്റ് ഉണ്ടായി എന്ന് തോന്നിയാൽ ആളെ ഒന്ന് കിടത്തി റിലാക്സ് ചെയ്യിപ്പിക്കുക. എത്രയും പെട്ടെന്ന് നമുക്കിപ്പോൾ എങ്ങനെയാണോ കൊണ്ടുപോകാൻ പറ്റുന്നത് ആ രീതിയിൽ, ഈവൻ വെള്ളം ഒഴിച്ചൊന്ന് കഴുകാൻ പോലും നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് നമ്മൾ ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ആളെ. റോഷ്നിയുടെ വീടാണിത്. നമുക്കിനി റോഷ്നിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിക്കാം. സോഷ്യൽ മീഡിയയിലെ താരമാണ് റോഷ്നി. ഒരു പാമ്പ് പിടുത്തക്കാരി. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പാമ്പ് പിടുത്തക്കാരി അല്ല ശരിക്കും. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ പോസ്റ്റ് എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. പക്ഷെ ഒരുപാട് പേര് പറയാറുണ്ട് പാമ്പ് പിടിക്കുന്ന ആളാണോ, പാമ്പ് പിടുത്തക്കാരി. എനിക്ക് തോന്നുന്നു ഒത്തിരി ചാനലുകളിലൊക്കെ തന്നെ എന്താണ് പാമ്പ് പിടുത്തത്തില് എന്ന് പറഞ്ഞിട്ടൊക്കെ, പാമ്പ് പിടുത്തക്കാരി എന്നും പറഞ്ഞിട്ടൊക്കെ വരാറ്. ശരിക്കും പാമ്പ് പിടുത്തക്കാരി അല്ല, ഞാനൊരു വൈൽഡ് അനിമൽ റെസ്ക്യൂർ കൂടിയാണ്. അപ്പം പാമ്പും ആ വൈൽഡ് അനിമൽ ആയതുകൊണ്ട് അതിനെ കൂടി റെസ്ക്യൂ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതാണ് ശരിക്കും അതിലുള്ള വാസ്തവം എന്ന് പറയുന്നത്. ശരിക്കും 2017 ഞാൻ സർവീസിൽ വരുന്നത്. നമ്മുടെ വനിതകളുടെ ആദ്യത്തെ ബാച്ചാണ്. വനംവകുപ്പിൽ അത്യാവശ്യം സർക്കാർ ജോലിയുള്ള ഒരുവിധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലൊക്കെ വനിതകളുണ്ട്, പക്ഷെ വനംവകുപ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് വനംവകുപ്പിൽ വനിതകളെ എടുക്കുന്ന ആദ്യത്തെ ഒരു ബാച്ചിൽ തന്നെ ഉൾപ്പെടാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. അങ്ങനെ അയ്യോ, അത് ശരിക്കും വന്നു പെട്ടതാണോ? ഞാനതൊരു നിയോഗമായിട്ടാണ് കരുതുന്നത്. കാരണം വനിതകൾ പാമ്പ് പിടിക്കണമെന്നോ, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പുരുഷന്മാർ തന്നെ പാമ്പ് പിടിക്കുന്നവർ വളരെ കുറവ് ആൾക്കാരാണുള്ളത്. അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നതില്ല. പക്ഷെ ഞാൻ ഇതിൽ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. ഞാൻ ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു ഡിപ്പാർട്ട്മെന്റിൽ. ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ ഞാൻ ഇതിലോട്ട് സജീവമായിട്ട്. അതും ഞാൻ നമ്മുടെ ഒരു റെസ്ക്യൂ ടീം, വൈൽഡ് ആനിമൽ റെസ്ക്യൂ ടീമിൽ വന്നിട്ടാണ് ഞാൻ ഇതിലോട്ട് കൂടുതലും ഇതാവുന്നത്. അപ്പോൾ എന്തുവാണ്, പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഒരു ലൈസൻസ് നമ്മൾ ശരിക്കും സർക്കാർ അല്ലെങ്കിൽ വനംവകുപ്പ് ഏർപ്പെടുത്തി. അപ്പോഴാണ് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊരു ട്രെയിനിങ് തരുന്നത്. ഒരു ദിവസത്തെ ട്രെയിനിങ്, ഒരു ക്ലാസ് ജസ്റ്റ് ഒന്ന് പാമ്പിനെ കാണിച്ചു തരും. ഞാൻ അതിനു മുമ്പ് പാമ്പിനെ അധികം കണ്ടിട്ടില്ല, അതാണ് സത്യം. നേരിട്ട് മീൻസ് നമ്മൾ മ്യൂസിയത്തൊക്കെ പോകുമ്പോൾ കാണുന്നല്ലാതെ ലൈവായിട്ട് ഞാൻ എൻ്റെ വീട്ടിനടുത്തോ അങ്ങനെയൊന്നും അധികം കാണാം, ചേരയോ വല്ലതും കണ്ടിട്ടുള്ളതല്ലാതെ അങ്ങനെ കാണാനോ തൊടാനോ അങ്ങനെയൊന്നും ഒരിക്കലും സാധിച്ചിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ഉള്ളിനകത്തുണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന പോലെ എങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എന്നെ പിടിക്കാൻ പറ്റിയെന്ന് അത് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ ശരിക്കും. അങ്ങനെയാണ് ഞാൻ ഇതിൽ എത്തുന്നത്.
പാമ്പുകളോടൊരു ഇഷ്ടമാണ് ശരിക്കും എനിക്ക്. അത് എന്നു മുതൽ തുടങ്ങിയെന്നൊന്നും ദൈവം ആരും ചോദിക്കരുത്. ചിലപ്പോൾ ഞാൻ അതിനെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം തുടങ്ങിയതായിരിക്കും. പക്ഷെ എനിക്കൊരു പേടി അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്കങ്ങനെ പേടി തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഒരു പാമ്പ് മാത്രമല്ല, എനിക്ക് ഒരു ആനിമലിനോടും, വൈൽഡ് ആനിമൽസ് ഞാൻ ഒരുപാട് എണ്ണം പല ജീവികളെയും ഞാൻ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. മുള്ളമ്പന്നി, മരപ്പെട്ടി, ഉടുമ്പ്, മയില്, മൂങ്ങ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ജീവികളെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അതിലൊരു ജീവി തന്നെയാണ് പാമ്പും എന്ന് പറയുന്നത്. പക്ഷെ പാമ്പിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അത് ശരിക്കും എന്താണ്, ഇപ്പോൾ ഒരു ക്രൈസ് പോലെയാണ്. നമ്മൾ ഒരെണ്ണത്തിനെ റെസ്ക്യൂ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പിന്നെ നമുക്കതിനെ വീണ്ടും ചെയ്യാൻ ഭയങ്കര ഒരു താല്പര്യമാണ്, ഇഷ്ടമാണ്. എനിക്കതിനെ തൊടുന്നതിനോടോ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഭംഗിയുള്ള ഒരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. ഒരു മൂർഖനൊക്കെ പത്തിയെടുത്ത് നിന്നാൽ, അല്ലെങ്കിൽ ഒരു രാജവെമ്പാലയൊക്കെ ഒരു പത്തിയെടുത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ അത്രയും ചേലുള്ള വേറൊരു ജീവി ഇല്ല. ശരിക്കും അത്രയും ഭംഗിയുള്ള ഒരു ജീവിയാണ്. അപ്പൊ അതിനോട് ആ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് ശരിക്കും ഉള്ളത്. പേടി തോന്നാറില്ല. പേടി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഈ എത്ര പാമ്പുകളെ ഇപ്പം രക്ഷിച്ചിട്ടുണ്ട്? ഞാനൊരു 300-400ഓളം പാമ്പുകളെ റെസ്ക്യൂ ചെയ്തു. അതിൽ പൈത്തൺ മാത്രം, പെരുമ്പാമ്പ് മാത്രം 51 എണ്ണമായി. ബാക്കി എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 400ഓളം എണ്ണം, വെനമസ്, നോൺ വെനമസ് എല്ലാം കൂടി ചേർത്തിട്ട്. ഇതിനെ പിടിക്കുന്നത് വലിയ റിസ്ക് ഉള്ള കാര്യമല്ലേ? അപ്പൊ എങ്ങനെയാണ് കടി ഏൽക്കാതെ നമ്മൾ ഇതിനെ പിടിക്കുന്ന ഒരു ടെക്നിക്ക്? അങ്ങനെ ശ്രദ്ധിക്കുക. ശരിക്കും ഞാൻ ഇതിപ്പോ കാണുന്നത് ആരാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ ശരിക്കും എൻ്റെ ഒരു അവസ്ഥ പറയുകയാണ്. ഞാൻ ശരിക്കും ഒരു മഹാദേവന്റെ വളരെയധികം ഒരു ഡിവോട്ടിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഏത് റെസ്ക്യൂവിന് പോയാലും ഞാൻ ഒരു രൂപയെങ്കിലും ഞാൻ സ്ഥിരം പോകുന്ന അമ്പലത്തിൽ നേർന്നിട്ടിട്ടാണ് പോകാറുള്ളത്. കാരണം എൻ്റെ ജീവനാണ്, അതിൽ വേറെ ആർക്കും ഒരു ഇതുമില്ല. അത്രയും റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ വേറൊരു ജീവിയെ ചിലപ്പോൾ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന പോലെ അല്ല പാമ്പ് എന്ന് പറയുന്നത്. അതൊരു പെറ്റ് ആനിമലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജീവിയോ അങ്ങനെയുള്ള ഒരു യാതൊരു ഇതും ഇല്ലാത്തൊരിതാണ്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അത് നമ്മളോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് എനിക്കൊരിക്കലും എൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യം. അപ്പൊ ശരിക്കും അത് ഭയങ്കര ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം. ജീവിതം വെച്ച് കളിക്കുന്ന ഒരു കളി അതുപോലെ തന്നെയാണ്. അപ്പോൾ പക്ഷെ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും വനംവകുപ്പ് നിർബന്ധിച്ചിട്ടില്ല പാമ്പിനെ എടുക്കണം എന്ന്. അപ്പൊ ചെയ്തു തുടങ്ങിയപ്പോൾ അതിനോടൊരു താല്പര്യം, ആ ഒരു ഇഷ്ടം. പെട്ടെന്ന് ഒരാൾ വിളിക്കുമ്പോൾ അവരുടെ ആ ഭയം കൊണ്ട് അവർ വിളിക്കുമ്പോൾ അവരെ ആ ഭയത്തിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് ആ ജീവിയും റെസ്ക്യൂ ചെയ്യണം. ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അപ്പൊ ആ ഒരു ഇഷ്ടത്തിലാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ കടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് പാമ്പ് എവിടെയാണ്, എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നു എന്ന് ആദ്യം ചോദിക്കുന്നത്. കാരണം ഈ ഒരു സാധനത്തിനെ നമുക്ക് ഒരിക്കലും കണ്ടുപിടിച്ചിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലൈവായിട്ട് കാണണം, അത് ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ പല സാഹചര്യത്തിലാണ് കാണുന്നത്. ഇപ്പൊ വീടിനകത്തായിരിക്കാം, ഫ്രിഡ്ജിനിടയിൽ, ബാത്റൂമിൽ, ഈവൻ ക്ലോസറ്റിനകത്തുനിന്ന് കിട്ടാം, വിറകിന്റെ ഇടയിൽ നിന്ന് കിട്ടാം, വണ്ടിക്ക് ബോണറ്റിനകത്തുനിന്ന്, കിണറിനകത്തുനിന്ന്, ഇങ്ങനെ പല 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 സാഹചര്യമാണ്. ആ ഓരോ സാഹചര്യവും ഓരോ റിസ്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ചിലത് ഒരു 2 സെക്കൻഡ് കൊണ്ട് റെസ്ക്യൂ ചെയ്യാൻ പറ്റും, ചിലത് 2 മണിക്കൂറുണ്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു വൈറലായ വീഡിയോ JCBക്കകത്തുനിന്ന് എടുക്കുന്നതായിരുന്നു. അത് ഞാൻ ഒരു 1.25-2 മണിക്കൂർ എടുത്തു ആ JCBക്കുള്ളിൽ നിന്ന് പാമ്പിനെ എടുക്കാനായിട്ട്. പൈത്തണായിരുന്നു. അപ്പൊ അതുപോലെ പല സാഹചര്യത്തിൽ നിന്നാണ് നമുക്ക് പാമ്പിനെ കിട്ടുന്നത്. ആ ഓരോ സാഹചര്യത്തിനനുസരിച്ച് പാമ്പിന്റെ, നമുക്കിപ്പോ വെനമസ് ആയിട്ടുള്ള 5 എണ്ണേ ഉള്ളൂ. ഈ 5 എണ്ണത്തിൽ 4 എണ്ണമാണ് കൂടുതൽ, രാജവെമ്പാല വളരെ കുറവാണ്. ബാക്കി 4 എണ്ണം വെനമസ് ആയിട്ടുള്ളത്. 4ഉം പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത് മൂർഖനാണ്. രാജവെമ്പാല ഇല്ല, രാജവെമ്പാല ഉണ്ട്. കിങ് കോബ്ര നമുക്ക് അധികം, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അധികം പുറത്തോട്ട് ഇറങ്ങി വരാത്ത പാമ്പ്. പിന്നെ ഉള്ളത് കോബ്രയാണ്, മൂർഖൻ. ഏറ്റവും കൂടുതൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ വളരെ ഇതായിട്ട് കാണപ്പെടുന്നത് കോബ്രയാണ്. പിന്നെ ഉള്ളത് നമുക്ക് വൈപ്പറാണ്, റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലിയാണ്. അണലി ഭയങ്കര ഡേഞ്ചറാണ്. അണലിയെ റെസ്ക്യൂ ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അതിന്റെ വാലിനടുത്ത് നിന്നാൽ അതിനറിയാൻ പറ്റും. ചാടിക്കടിക്കുന്ന ഒരു പാമ്പാണ്. അപ്പൊ നമ്മൾ വൈപ്പറിനെ റെസ്ക്യൂ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള കെയർ കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. അധികം നമ്മൾ കൈകൊണ്ട് തൊടാൻ ശ്രമിക്കാറില്ല. പിന്നെ ഉള്ളത് ക്രേറ്റ് ആണ്, കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത്.
അതും ഇതുപോലെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനം, ടോക്സിക് ആണ്, വെനം കൂടുതൽ ടോക്സിക് ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈർച്ചവാളൻ ശൽക്കാണലി എന്ന് പറയുന്ന സോസ്കെയിൽഡ് വൈപ്പർ. അതും നമുക്ക് വളരെ എണ്ണം കുറവാണ്, നമ്മുടെ ജില്ലയിൽ വളരെ കുറവാണ്. അപ്പൊ ഇത് ഇത്രയാണ് ശരിക്കും വെനമസ്. ബാക്കിയുള്ളതിനൊന്നും നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ബാക്കിയെല്ലാം കേരളത്തിലുള്ള 100ഓളം പാമ്പുകളിൽ ബാക്കിയെല്ലാം നോൺ വെനമസ് ആണ്. ചേര പോലെയുള്ള, നീർക്കോലി പോലെയുള്ള, പെരുമ്പാമ്പ് പോലെയുള്ള പാമ്പുകളെല്ലാം നോൺ വെനമസ് ആണ്, വിഷമില്ല, നമുക്ക് മനുഷ്യർക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ഇത്രയും ചെയ്യുമ്പോൾ ആ ഒരു റിസ്ക് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഓരോന്നും ആ ഓരോ ഇരിക്കുന്ന സാഹചര്യം നോക്കി തന്നെയാണ് റെസ്ക്യൂ ചെയ്യുന്നത്. നിങ്ങൾ ഈ പാമ്പിനെ രക്ഷിക്കുന്ന ആളുകളെ ചില ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതെന്താണ് ആ ടൂൾസ്? അതിനെക്കുറിച്ച് ഇതാണ് ശരിക്കും എന്തുവാണ് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഒരു ടൂൾ കിറ്റ് ഉണ്ട്, നമുക്കൊരു ടൂൾ കിറ്റായിട്ടാണ് നമുക്കിത് തരുന്നത്, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ തരുന്നതാണ്. ഇതാണ് ഒരു ടൂൾ ബാഗ് എന്ന് പറയുന്നത്, കോട്ടയത്ത് നിന്ന് ചെയ്ത് വരുന്നതാണ്. ഇതിനകത്ത് ഒരു 3 ടൂൾ ഉണ്ടാവും. ഇതൊരു ചെറുത്, നമുക്ക് കുഞ്ഞു പാമ്പിനെയൊക്കെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. ഇതൊരു വലിയ സ്റ്റിക്കാണ്. പിന്നെ ഒരു പൈത്തൺ പോലെയുള്ള, അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഇതിലൊരു ബാഗ്, ഒരു കോട്ടൺ ബാഗ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു സഞ്ചി പോലെ ഇട്ടിട്ട്, നമ്മൾ മാങ്ങയൊക്കെ പറിക്കുന്ന ഒരു സഞ്ചി പോലെ ഇട്ടിട്ട് അതിനകത്ത് ഇപ്പോൾ ചില പാമ്പ് നമ്മളൊരു പൈപ്പ് വെച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മാളം സൃഷ്ടിച്ചിട്ടാണ് ശരിക്കും പാമ്പിനെ നമ്മൾ കയറ്റുന്നത്. കാരണം ഒരു ഡാർക്ക് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ പാമ്പിന് അതിനുള്ളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ അത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു മാളം, ഒരു PVC പൈപ്പ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും, ഈ ബാഗും കൂടി വെച്ചിട്ട്. എന്നിട്ടാണ് നമ്മൾ അതിനുള്ളിലേക്ക് കയറ്റുന്നത്. അപ്പൊ ചില പാമ്പുകൾ ഈ ബാഗ് നമ്മൾ മുൻപൊരു പാമ്പിനെ എടുത്തിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ആ സ്മെല്ലിന്റെ ഒരു ഡിഫറൻസും ഉണ്ട്, കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളതിന് ഇതുപോലെ ബാഗ് ഇതിൽ സെറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ബാഗിലേക്ക് ഇട്ട് കൊടുത്ത് എടുക്കുക. അല്ലെങ്കിൽ പൈത്തണൊക്കെ പൈപ്പിനകത്ത് കയറാൻ പറ്റത്തില്ല, കാരണം ഇച്ചിരി വലിയ സൈസാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ പൈത്തൺ കൂടുതലും നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. ഇതിൻ്റെ ഭയങ്കര ഉപയോഗമാണ്. കാരണം ഇതാണ് ശരിക്കും നമ്മുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിനോടൊരു ആ ഒരു ടെൻഷൻ അപ്പോഴേ വരാത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് വരും. നമ്മളിപ്പോൾ ഒരു മൂർഖനെയാണെങ്കിൽ നമ്മൾ ഈ കഴുത്തിന്റെ ഈ ഭാഗം, ഇപ്പോൾ അത് പത്തിയെടുത്ത് നിൽക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മളിതിനെ ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ വാലിൽ ജസ്റ്റ് ഒന്നും പിടിക്കാറുണ്ട് പൈത്തണാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ വാണലിയൊന്നും അധികം പിടിക്കാറില്ല. ഇത് വെച്ച് തന്നെ ഹുക്ക് വെച്ച് തന്നെ ഇങ്ങനെ കോരി എടുക്കാൻ പറ്റും. അപ്പൊ ഒരു ഹാങ്ങിങ് പൊസിഷനിൽ ഈ പാമ്പ് കിടക്കും, ഒരു മരത്തിന്റെ ചില്ലയിലോ എന്തിലെങ്കിലും ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു പൊസിഷനിൽ കിടക്കും. അതിന്റെ ശരീരത്തിനൊരു ഉപദ്രവം, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രകോപിപ്പിക്കുകയോ അതിന്റെ ശരീരം വേദന എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല ഈ ഹുക്ക് വെച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് ഒരിക്കലും നമ്മളോട് അറ്റാക്ക് ചെയ്യാനായിട്ട് അത്ര ശ്രമിക്കാറില്ല. പിന്നെ നമ്മുടെ ഒരു ഡിസ്റ്റൻസ് വരും, ഇത്രയും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, പെട്ടെന്ന് അതിന് ഓടി വന്ന് നമ്മളെ കുത്താനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ് ഇത്രയും ഡിസ്റ്റൻസ് വരുമ്പോൾ. അങ്ങനെ ഇത് വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത്. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് നമ്മുടെ വനംവകുപ്പ് ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. സർപ്പ എന്ന് പറയും, SARPA, സർപ്പ, സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് എൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ശരിക്കും നമുക്ക് സർപ്പയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഭയങ്കര ഉപയോഗമാണ് സർപ്പയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ആപ്ലിക്കേഷനകത്ത് ഇപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരാളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു പാമ്പ് കയറിയെന്ന് വെച്ചാൽ, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ സർപ്പയുടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പിനകത്ത് തന്നെ നമുക്കിപ്പോൾ എവിടെയാണോ പാമ്പിനെ കണ്ടത് ആ പാമ്പിന്റെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ആ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ആവും. ഈ അപ്ലോഡ് ആവുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ 900ഓളം ലൈസൻസ്ഡ് സ്നേക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട്, സർപ്പയുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്ക്യൂവേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു അലർട്ട് വരും. തിരുവനന്തപുരം ജില്ലയിൽ 40-45ഓളം റെസ്ക്യൂവേഴ്സ് ഉണ്ട്.
അപ്പൊ നമുക്ക് ഒരു അലേർട്ട് വരും, ഇന്ന സ്ഥലത്ത് ഒരു പാമ്പിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു അലേർട്ട് എല്ലാവർക്കും മെസ്സേജ് ആയിട്ട് വരും. അപ്പൊ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ പാമ്പിനെ കണ്ടത് ആ ലൊക്കേഷൻ ഉൾപ്പെടെ നമ്മുടെ ഫോണിൽ വരും. അപ്പൊ ആ ലൊക്കേഷൻ നോക്കിയിട്ട് അപ്പോൾ തന്നെ റെസ്ക്യൂവർ ആ സ്ഥലത്ത് പോയിട്ട് ഇതിനെ റെസ്ക്യൂ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ 900ഓളം റെസ്ക്യൂവേഴ്സിന്റെ ഫോൺ നമ്പർ ഈ സർപ്പയുടെ ആപ്ലിക്കേഷനകത്തുണ്ട്. അപ്പൊ എന്റെ വീട്ടിലാണ് പെട്ടെന്നൊരു പാമ്പിനെ കാണുന്നതെങ്കിൽ ഞാൻ ഇത് എടുത്തു നോക്കുമ്പോൾ വോളണ്ടിയേഴ്സിന്റെ ഫോൺ നമ്പർ നോക്കുമ്പോൾ എന്റെ തൊട്ടടുത്തുള്ള റെസ്ക്യൂവർ ആരാണോ അയാളുടെ നമ്പർ ആയിരിക്കും ഫസ്റ്റ് കിടക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ദൂരെയുള്ള ആള് അങ്ങനെ ആ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് റെസ്ക്യൂവേഴ്സിന്റെ ഫോൺ നമ്പർ കാണും. പിന്നെ ഉള്ളത് അതിനകത്തുള്ളത് നമുക്ക് ഒരു ബൈറ്റ് ഉണ്ടായാൽ, ഒരു സ്നേക്കിന്റെ ഒരു ബൈറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, ആന്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റൽസ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഹോസ്പിറ്റലിൽ ആന്റിവെനം കിട്ടും എന്നുള്ളതിന്റെ വ്യക്തമായ ഡീറ്റെയിൽസ്, ആ ഹോസ്പിറ്റൽസിന്റെ ഫോൺ നമ്പർ, ഇതെല്ലാം അതിനകത്തുണ്ടാവും. പിന്നെ ഉള്ളത് കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ ഉള്ള പ്രഥമ ശുശ്രൂഷ. ഈ പാമ്പുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംശയമാണ്, പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിന് ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ, പ്രഥമ ശുശ്രൂഷ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന ഒത്തിരി പ്രഥമ ശുശ്രൂഷകളുണ്ട്. മുറുക്കി കെട്ടുക, ബ്ലൈഡ് കൊണ്ട് മുറിച്ച് രക്തം വാർത്ത് കളയുക, തേച്ച് കഴുകുക, സോപ്പിട്ട് തേച്ച് കഴുകുക. ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ, ഞാൻ ഈ അവയർനെസ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്ന സംശയങ്ങളാണ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് സംശയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തുവാണ്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതാണ് ശരിക്കും സത്യം എന്ന് പറയുന്നത്. പാമ്പ് കടിച്ചാൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്നാണ് മറുപടി. ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു പാമ്പ് കടി നമുക്കിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കൊരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായി എന്ന് നമുക്ക് തോന്നുവാണ്. ഇപ്പോൾ കോമൺ ക്രേറ്റ് പോലെയുള്ള സാധനങ്ങൾ കടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. വളരെ കുഞ്ഞു പല്ലുള്ള കടിച്ചു കഴിഞ്ഞാൽ വേദനയോ നീരോ കളർ ചേഞ്ചോ യാതൊരു വ്യത്യാസവും അങ്ങനെ നമുക്ക് ഒരു ഫിസിക്കലി നമുക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അല്ലാതെ വേറെ വൊമിറ്റിങ്ങോ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടാവാത്ത ഒരു രീതിയാണ് ക്രേറ്റിന്റെ, കോമൺ ക്രേറ്റ്, വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നത് ജസ്റ്റ് 2 പല്ലിന്റെ നമ്മുടെ ആ ഒരു 2 ഡോട്ട് കാണും. അങ്ങനെയാണ് നമ്മൾക്ക് സ്നേക്ക് ബൈറ്റ് ഉണ്ടായി എന്ന് അറിയാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഇതിന് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പാടില്ല. ഒരു ആളെ പാമ്പ് കടിച്ചു, നമ്മൾ കണ്ടു ലൈവായിട്ട് പാമ്പ് കടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണം, ആന്റിവെനം കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 5 പാമ്പേ ഉള്ളൂ വിഷം ഉള്ളതായിട്ട്, മനുഷ്യന്റെ ജീവന് അപകടമായിട്ടുള്ള വരുന്നത് 5 പാമ്പ്. ഇതിൽ രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ നോക്കണ്ട, ശരിക്കും രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ ആന്റിവെനം നമുക്കില്ല. അത് തായ്ലൻഡിലാണ് ഉള്ളത്, നമുക്കിവിടെ ആന്റിവെനം ഇല്ല, ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടാവും, പക്ഷേ നിലവിൽ നമുക്ക് ആന്റിവെനം തായ്ലൻഡിലാണ് ഉള്ളത്. അപ്പോൾ രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ലോകത്ത് തന്നെ ഒരു 3-4 ബൈറ്റ് മാത്രമേ രാജവെമ്പാലയുടേത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അധികം രാജവെമ്പാല പുറത്തിറങ്ങാറില്ല, കടിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കുകയാണ്. ബാക്കി 4 പാമ്പ് കടിച്ചു കഴിഞ്ഞാലും ഒരു സാധനം തന്നെയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. പോളിവെനം എന്നാണ് നമ്മൾ പറയുന്നത്. 4 എണ്ണത്തിന് ഒരു, കാരണം അത് പറയാൻ കാരണം പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു രീതിയാണ്, പാമ്പ് കടിച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ പാമ്പിനെ തല്ലിക്കൊന്നു കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാമ്പിനെ അടുത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നിൽക്കും, ഏത് പാമ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു ആവശ്യം ശരിക്കും ഇല്ല. ഈ 4 പാമ്പ് കടിച്ചു കഴിഞ്ഞാലും, വെനമസ് ആയിട്ടുള്ള 4 എണ്ണം കടിച്ചു കഴിഞ്ഞാലും ആന്റിവെനം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സെയിം സാധനമാണ്. അപ്പോൾ പാമ്പിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം. നടത്തുവാനോ അല്ലെങ്കിൽ ആ സമയത്ത് ഫുഡ് കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡി മെറ്റബോളിസം ആക്റ്റീവ് ആവും. അപ്പോൾ ഈ വെനം നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മെറ്റബോളിസം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവാനുള്ള ഇതുണ്ടാവും, സ്പീഡ് വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആളിനെ നടത്തുവാനോ അല്ലെങ്കിൽ പിന്നെ എന്തുവാണ് ഫുഡ് കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ഒന്നും പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സ്നേക്ക് ബൈറ്റ് ഉണ്ടായി എന്ന് തോന്നിയാൽ ആളെ ഒന്ന് കിടത്തി റിലാക്സ് ചെയ്യിപ്പിക്കുക.
എത്രയും പെട്ടെന്ന് നമുക്കിപ്പോൾ എങ്ങനെയാണോ കൊണ്ടുപോകാൻ പറ്റുന്നത് ആ രീതിയിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ആളിനെ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ്. അവിടെ ചെന്ന് ആന്റിവെനം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിലാക്സ് ആയിരിക്കും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനോ ഒന്നിനും പാടില്ല. കാരണം ഇന്റേണൽ ബ്ലീഡിങ് ഓരോന്ന് കടിക്കുമ്പോഴും ഇപ്പോൾ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതുണ്ട്, രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്നതുണ്ട്. അങ്ങനെ ഓരോന്നിന്റെയും വെനം ഓരോ ഭാഗത്തെയാണ് ബാധിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആ റിസ്ക് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് ഒന്നും ചെയ്യാതെ ഈവൻ വെള്ളം ഒഴിച്ചൊന്ന് കഴുകാൻ പോലും നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് നമ്മൾ ആന്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ആളെ. അങ്ങനെയാണ് രക്ഷിക്കാൻ പറ്റുന്നത്. സത്യത്തിൽ നമ്മുടെ ഭാരതീയർ, പ്രത്യേകിച്ച് കേരളീയർ, ഈ കാവുകളൊക്കെ വെച്ച് പാമ്പിനെ ആരാധിക്കുന്നവരാണ്. അപ്പം അവർക്ക് ഒരു വലിയ പേടി, ഭയം, ഭക്തി എല്ലാം ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് ആളുകൾ റോഷനെ അപ്രോച്ച് ചെയ്യാറില്ലേ, ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെ ഈ ക്ലാസ്സുകൾ, അവയർനെസ് പ്രോഗ്രാംസൊക്കെ, അതിനെക്കുറിച്ചുണ്ട്. കാവുകളുടെ സംരക്ഷണം ശരിക്കും നമ്മുടെ വനം വകുപ്പിന്റെ തന്നെ ഒരു ഇതിലുള്ളതാണ്. കാവുകൾ സംരക്ഷിക്കുന്നത് പണ്ടുണ്ടായിരുന്നതൊക്കെ കുറേയൊക്കെ നശിച്ചിട്ടുണ്ടെന്നാൽ ഇപ്പോൾ നമ്മൾ കാവുകളുടെ സംരക്ഷണം സോഷ്യൽ ഫോറസ്ട്രിയുടെ ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുവാണ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഹിന്ദു മിത്തോളജിയിൽ നമ്മൾ പാമ്പുകളെ ആരാധിക്കുന്നുണ്ട്. സ്നേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണപ്പെട്ട ഒരു ദൈവമായിട്ട് കാണുന്ന ഒരു ഇതാണ്. അപ്പോൾ ശരിക്കും ആ ഒരു കൺസെപ്റ്റ് വരെയാണ്. ഇപ്പം നടന്നു പോകുമ്പോൾ നമ്മളൊരു പാമ്പിനെ പെട്ടെന്ന് കാണുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓടും, അല്ലെങ്കിൽ നമ്മൾ തല്ലിക്കൊല്ലും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മളൊരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ശിവലിംഗത്തിലോ ആണ് ആ പാമ്പിനെ കാണുന്നതെങ്കിൽ നമ്മളതിനെ കൈകൂപ്പി തൊഴുതുകൊണ്ട് നിൽക്കും. അത് നമ്മുടെ ഒരു ആചാരത്തിനനുസരിച്ച്. പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, എന്തുവാണ് പക ഉണ്ടോ എന്ന്, പാമ്പിന് പകയുണ്ടോ, പക വെച്ച് ഉപദ്രവിക്കാറുണ്ടോ, ഒരെണ്ണം നമ്മൾ മുൻപ് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ തല്ലിക്കൊന്നു, അതുകൊണ്ടാണോ ഇപ്പോൾ വീണ്ടും വീണ്ടും വരുന്നത്, ഒരു പാമ്പുണ്ടെങ്കിൽ കൂടെ വേറെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യം ചോദിക്കാറുണ്ട്. അങ്ങനെ അധികമൊന്നും ഉണ്ടാവില്ല. പാമ്പിന് പകയൊന്നുമില്ല, അത് 100% കള്ളമാണ്, അങ്ങനൊരു സംഭവമേ ഇല്ല. അങ്ങനെ പക വെച്ച് ഇത് ചെയ്യുന്ന അതിന് മാത്രമുള്ള ഒരു ധാരണയൊന്നും അതിനില്ല. അതെ, ഒരു 100% നിരുപദ്രവകാരിയാണ്. കാരണം പാമ്പിന്റെ പ്രേ അല്ല മനുഷ്യൻ, നമ്മൾ അതിന്റെ ഒരു ഇരയല്ല, നമ്മളതിന്റെ പ്രഡേറ്ററാണ്. ശരിക്കും പറഞ്ഞാൽ പാമ്പുകളുടെ പ്രഡേറ്ററാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിന് നമ്മളെ ഉപദ്രവിക്കണം എന്ന് അത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടല്ല വരുന്നത്. പിന്നെ എന്തുവാണ് ഇത് ഉപദ്രവിക്കാനുള്ള കാരണം? 100% ഈ സാധനം ശരിക്കും പകൽ സമയത്ത് അധികം ഇറങ്ങാറില്ല പുറത്ത്, രാത്രികാലങ്ങളിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, ഇര തേടാൻ ഇറങ്ങുന്നത്. പിന്നെ ഒരു എലിയെയോ എന്തെങ്കിലും കാണുമ്പോൾ യാദൃച്ഛികമായി നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് പെടാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പാമ്പിനെ കാണുന്നത്. അതിന്റെ ശരീരത്തിൽ ഒരു ഉപദ്രവം ഉണ്ടായാൽ മാത്രമേ, ഇപ്പൊ നമ്മൾ അറിയാതെ ചവിട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇപ്പോൾ എന്തിൻ്റെയും ഇടയിലിരിക്കുമ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി കൈവല്ലം ഇടുമ്പോൾ ആ അനക്കം ശ്രദ്ധിക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് കൊത്തുന്നത്. അല്ലാതെ ഒരിക്കലും പാമ്പ് നമ്മളെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു കൊത്തണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാറില്ല. ഈ പാമ്പുകളുടെ വിഷൻ ബ്ലേർഡാണ്, ക്ലിയർ വിഷൻ അല്ല. അതുകൊണ്ട് അതിന് ഒരിക്കലും ഇതിന്റെ മുന്നിലുള്ളത് ഒരാളുടെ കൈയാണോ എലിയാണോ എന്നുള്ളത് അതിന് വലിയ ധാരണ ഉണ്ടാവാറില്ല. അതുകൊണ്ട് അതൊരിക്കലും മനഃപൂർവ്വമായി നമ്മളെ ഉപദ്രവിക്കാറില്ല, പകവച്ച് ചെയ്യാറില്ല. ഇപ്പോൾ ഒത്തിരി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്, ഒരുപാട് ക്ലാസ്. ഞാനൊരു 10-60ഓളം ക്ലാസ്സുകൾ ഇതുവരെ ഞാൻ എടുത്തിട്ടുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, പഞ്ചായത്തുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഒരു അവയർനെസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനങ്ങൾക്ക് എന്താണ് പാമ്പ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, ഉപദ്രവിക്കുമോ ഇല്ലയോ, ഏതൊക്കെയാണ് വെനമസ്, നോൺ വെനമസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി സ്കൂളുകളിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. കാരണം വരും തലമുറയ്ക്കെങ്കിലും, മുൻപ് പറഞ്ഞു കേട്ടവരുത്, ഞാൻ പലപ്പോഴും പിള്ളേരോടൊക്കെ ചോദിക്കാറുണ്ട്, കുഞ്ഞുങ്ങളോട് പാമ്പിനെ എന്താണ് പേടി എന്ന് ശരിക്കും അവർക്ക് അറിയില്ല. ആ ഒരു എന്താണ് നമ്മുടെ അച്ഛനോ അപ്പനോ ഒക്കെ പറഞ്ഞു കൊടുത്ത ഒരിതാണ് പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു പേടി, അത്രേ ഉള്ളൂ. ശരിക്കും അതാണ് സത്യം.
പിന്നെ ചിലർ പറയും കടിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് പട്ടി കടിക്കാറില്ലേ എന്നും ചോദിക്കാറുണ്ട്. ആ ഒരു നമുക്ക് നമ്മുടെ മുമ്പുള്ളവർ പറഞ്ഞ് നമ്മുടെ അകത്ത് ഒരു വിഷം കുത്തിവെച്ചേക്കുന്നതാണ് ശരിക്കും പാമ്പ് എന്ന് പറഞ്ഞാൽ എന്ത് വലിയൊരു സംഭവമാണ്. 100% അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എന്നെ സംബന്ധിച്ച് പേടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. വളരെ സാറ് പറഞ്ഞ പോലെ നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ് പാമ്പ്. നമ്മുടെ പരിസ്ഥിതിയിൽ വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ജീവിയാണ് പാമ്പ്. നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിലെ തന്നെ ഒരു കണ്ണിയാണ് പാമ്പ്. പാമ്പുകൾ നശിച്ചു പോയാൽ അതിന്റെ ഒത്തിരി ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. പാമ്പ് കൂടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അസുഖം വരില്ല, ഒരിക്കലും ഒരു രോഗം വരില്ല. പക്ഷെ എലി കൂടിയാൽ നമുക്ക് അസുഖം വരും. എലിപ്പനി പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാവും. ഇവയെ ഭക്ഷിക്കുന്നത് പാമ്പുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാമ്പുകൾ നമ്മുടെ പരിസ്ഥിതിയിൽ ആവശ്യമുള്ള ജീവികളാണ്. അവയെ ഉപദ്രവിക്കാതിരിക്കാൻ നമ്മുടെ സർപ്പയുടെ റിപ്പോർട്ട് അനുസരിച്ച് മുൻപുണ്ടായിരുന്ന വർഷങ്ങളിലുള്ളതിനേക്കാൾ സ്നേക്ക് ബൈറ്റ് ഇപ്പോൾ വളരെ കുറവാണ്. നമ്മൾ റിപ്പോർട്ട് എടുക്കാറുണ്ട് സർപ്പയിൽ. നമ്മൾ അതുകൊണ്ടാണ് പാമ്പുകൾ ഓരോന്നിനെയും റെസ്ക്യൂ ചെയ്യുമ്പോൾ റിപ്പോർട്ട് എടുക്കുന്നത്. സ്നേക്ക് ബൈറ്റ് പഴയതിനേക്കാൾ കൂടുതൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. സ്നേക്ക് ബൈറ്റ് കൊണ്ടുള്ള മരണനിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ശരിക്കും വനംവകുപ്പിൻ്റെ തന്നെ കിരീടത്തിലെ ഒരു പൊൻതൂവലാണെന്ന് പറയാം. ഞങ്ങൾക്ക് അത്രയധികം വിശ്വാസം അതിലുണ്ട്, അത്രയധികം വോളണ്ടിയേഴ്സ് ഉണ്ട്. അത് പാമ്പ് നമ്മൾ മുമ്പ് വാർത്തയിൽ വായിച്ചിട്ടുണ്ട് പാമ്പുകളെ ദുരുപയോഗം ചെയ്യുന്നത്. പാമ്പിനെ ഉത്തരവാദ കേസൊക്കെ പാമ്പിനെ വെച്ചിട്ടാണ് ഉപദ്രവിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഈ നമ്മുടെ സർപ്പയുടെ ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ പാമ്പിനെ തൊടാവൂ എന്നൊരു നിയമം വന്നതിന് ശേഷം ഒത്തിരി മാറിയിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ദൂരദർശനിൽ പ്രൊഡ്യൂസറായിരുന്നു ഏറെക്കാലം. റിട്ടയർ ചെയ്തതിന് തൊട്ട് മുമ്പ് കൃഷിദർശൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അന്ന് റോഷ്നി കാർഷിക വാർത്ത വായിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് എനിക്കറിയാം, വളരെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. അപ്പം ജോലി കിട്ടിപ്പോയപ്പോൾ ഞാൻ ചോദിച്ചു, റോഷ്നി ഇതിനകത്ത് ഇനി വരില്ലേ, വായിക്കാൻ വരില്ലേ? അപ്പോൾ റോഷ്നി പറഞ്ഞു, തീർച്ചയായിട്ടും വരും സാറേ, എനിക്കൊരു പെർമിഷൻ കിട്ടിയാൽ മതി. ആ വിശേഷം റോഷ്നി തന്നെ പറയട്ടെ. എന്താണ് സാറിന് അറിയാം, സാറ് പ്രൊഡ്യൂസറായിരുന്നപ്പോഴാണ് ഞാൻ സാറിനോട് പറയുന്നത്. സാർ എന്നെ ചോദിച്ചു ദൂരദർശൻ വിട്ടു പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും ദൂരദർശനിൽ ഇപ്പോൾ 17 വർഷമായി, 2007 അപ്പം സാറ് പോകുമെന്ന് ചോദിച്ചപ്പോൾ പെർമിഷൻ വേണം സാറേ, വാങ്ങിയിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ട്രെയിനിങ് സമയത്ത് ഒരു 1-2 വർഷത്തെ ഗ്യാപ്പ് വന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. ഗവൺമെൻറ് ഓർഡർ ഞാൻ ആദ്യം സാറിൻ്റെ കയ്യിലാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ സാറ് തന്നെ അത് ഭയങ്കര പെട്ടെന്ന് പുട്ടപ്പ് ചെയ്ത് എനിക്കത് പെട്ടെന്ന് തന്നെ വളരെ അടുത്ത സമയത്ത് തന്നെ എനിക്ക് പിന്നെ വീണ്ടും റീഡിങ്ങിന് പോകാൻ പറ്റി. ഫാം ന്യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ആ ഒരു വിഷമേ ഉള്ളൂ, കുഴപ്പമില്ല. എന്നാലും അതും വനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഫാം ന്യൂസ് ചെയ്യുന്നുണ്ട്, അത് എൻ്റെ ഒരു പാഷനാണ് ശരിക്കും. അത്യാവശ്യം ദൂരദർശനിൽ ഒത്തിരി പേര് അറിയുന്നുണ്ട്, ഒരുപാട് പേർക്ക് അറിയാമെന്നുള്ള ഒരു മുഖം തന്നെയായിരുന്നു എൻ്റെത്. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് വനത്തിലോട്ടാണ് ഇറങ്ങിപ്പോയത് ശരിക്കും. എന്നിട്ട് വീണ്ടും അതും കൂടി ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഡ്യൂട്ടിക്ക് ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ദൂരദർശനിൽ പോകുമ്പോഴായാലും ഒരു റെസ്ക്യൂ കിറ്റ് എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഉണ്ട്. ആൾവേസ് ഞാൻ എവിടെ പോയി, ഞാൻ കല്യാണത്തിന് പോയാലും ഒരു റെസ്ക്യൂ കിറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് എന്നെ ഒരു റെസ്ക്യൂവിന് വിളിച്ചാൽ ഉറപ്പായിട്ടും റെസ്ക്യൂ ചെയ്യും. തിരിച്ചു വരുമ്പോഴായാലും ചെയ്യാറുണ്ട്. ആ ഒരു സന്തോഷമുണ്ട്. രണ്ടും കൂടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് രണ്ടും കൂടി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. രണ്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ ഒരു ഇഷ്ടമാണ് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാനിത് രണ്ടും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ഓഫീസാണ്, പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷനിൽ വരുന്നതാണ്. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ തന്നെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ തന്നെ വിങ്ങാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം, അല്ലെങ്കിൽ ദ്രുതകർമ്മ സേന എന്ന് പറയുന്നത്. അതിലാണ് ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വന്യജീവി സംരക്ഷണമാണ് ശരിക്കും നമ്മുടെ ഫോറസ്റ്റുകാരുടെ എല്ലാം ജോലി. അതിൻ്റെ ഇടയിൽ കൂടി പാമ്പുകളെയും റെസ്ക്യൂ ചെയ്യുന്നു, വന്യജീവികളെ എല്ലാം റെസ്ക്യൂ ചെയ്യുന്നുണ്ട്.
നമ്മുടെ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തത്തിൽ ഓടുന്ന ടീമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വൈൽഡ് ആനിമൽ റെസ്ക്യൂ ആണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. വന്യജീവികൾ പുറത്തോട്ട് ഇറങ്ങി വരുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയോ പരിക്ക് പറ്റുകയോ ചെയ്യുമ്പോൾ അവയെ ശുശ്രൂഷിച്ച് നമുക്കതിന് വെറ്റിനറി ഡോക്ടറുണ്ട്, സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അവയെ രക്ഷിച്ച് തിരിച്ച് തിരിച്ച് വനത്തിനുള്ളിലേക്ക് പോകാനായിട്ട് ആരോഗ്യത്തോടെ നമ്മൾ തിരിച്ച് ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒഫീഷ്യൽ ജോലിയും വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നത്? കുഴപ്പമില്ല സാറേ, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാണ്. നമ്മളിപ്പം RRTയിൽ വന്നിട്ടായാലും നമ്മുടെ വനംവകുപ്പിന്റെ തന്നെ ഒരു ഫോഴ്സിന്റെ തന്നെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് 24 മണിക്കൂറും ജോലിയാണ്. ഇപ്പം നമ്മൾ RRTയിലാണെങ്കിൽ 24x7 എന്നാണ്, 24 മണിക്കൂർ 7 ദിവസവുമാണ്. അങ്ങനെ അവധി എന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. പക്ഷെ നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല, അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ എടുക്കാം. പക്ഷെ ഏത് സമയം നമ്മളെ ഡ്യൂട്ടിക്ക് വിളിച്ചാലും നമ്മൾ ഹാജരായിരിക്കും. എപ്പോൾ വിളിച്ചാലും, രാത്രിയായാലും ശരി പകലായാലും ശരി, എപ്പോഴായാലും നമ്മൾ ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ഡ്യൂട്ടിക്ക് ഉണ്ടാവണം. അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, അതാണ് സാറിനോട് നേരത്തെ പറഞ്ഞത്, ആ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അതുകൊണ്ടാണ് വേണം എന്ന് പറയുന്നത്. ഇപ്പോൾ രാത്രി ആന ഇറങ്ങുന്നതൊക്കെ രാത്രിയാണ്, ഇതുപോലെ പാമ്പിനെ പിടിക്കാൻ പോകുന്നതും കൂടുതലും രാത്രിയാണ്. അപ്പോൾ ആ രാത്രി സമയത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇല്ല രാത്രിയാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഡ്യൂട്ടിയാണ്. പക്ഷേ രാത്രിയാണെങ്കിൽ അത് നമ്മൾ പകല് പോലെ സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ്, പിള്ളേരൊക്കെ വലുതായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. രസം എന്ന് പറയാനായിട്ട് ശരിക്കും നമ്മൾ ആനയെ ഓടിക്കാനൊക്കെ പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ വളരെ കുറവാണ്. മീൻസ് നമ്മുടെ കയ്യിൽ തോക്കോ അങ്ങനെയൊന്നുള്ള ഒരു സാധനങ്ങളും ഇല്ല. നമ്മളൊരു വെട്ടുകത്തിയും അല്ലെങ്കിൽ 5-6 പടക്കവും കൊണ്ടാണ് ഈ ആനയെ ഓടിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ആന ഓടിക്കാൻ പോകുമ്പോൾ ആന നമ്മളെ തിരിച്ചോടിക്കും, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ഓടിയിട്ടുണ്ട്, മറിഞ്ഞ് വീണിട്ടുണ്ട്. അതൊക്കെ പക്ഷേ നമ്മുടെ ഒരു ടീം വർക്കാണ്, ഭയങ്കര രസമാണ്. ഞങ്ങൾ അതൊക്കെ ഭയങ്കര ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ കാട്ടുപോത്തിനെ ഓടിക്കാൻ പോകുമ്പോൾ ഞാനൊക്കെ RRTയിൽ വന്ന സമയത്തൊക്കെ ഒത്തിരി കാട്ടുപോത്തിനെ ഓടിക്കുന്ന, നമുക്ക് വിതിര ഭാഗത്തൊക്കെ 1-2 കാട്ടുപോത്തുണ്ട്. ഇത് സ്ഥിരം ഒരു സ്ഥലത്ത് വരുന്നതാണ്. ഇതിനെ നമ്മൾ ഓടിച്ച് വനത്തിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് ഓഫീസിൽ വരുമ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് തിരിച്ചവിടെ വരും. അപ്പോൾ അതിന് നമ്മളിങ്ങനെ തിരിച്ച് ഓടിക്കും. അത് ഇതിന് ആനയ്ക്കും കാട്ടുപോത്തിനൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പോകുന്ന ഒരു വഴിയുണ്ട്, വരുന്ന ഒരു വഴിയുണ്ട്. ആനയ്ക്കാണെങ്കിൽ ആനത്താര എന്ന് പറയും. ഈ സ്ഥലത്തുകൂടി അത് പോവുള്ളൂ. ആ സ്ഥലത്ത് നമ്മൾ കയറി നിന്നിട്ട് അതിനോട് വേറെ വഴി ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അത് പോവില്ല. ആ സമയത്താണ് അത് തിരിച്ച് നിന്നിട്ട് നമ്മളെ ചാർജ് ചെയ്തിട്ട് നമ്മളെ വിരട്ടി ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിയിട്ടുണ്ട്, മറിഞ്ഞ് വീഴാറുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ പടക്കം വയ്ക്കും, പോയി തങ്ങി നിൽക്കാറുണ്ട്. രാത്രിയൊക്കെ 1 മണിക്ക് 2 മണിക്കൊക്കെ അവിടെ പോയിട്ട് വെളുക്കുന്നത് വരെ ഇതിനെ ഇങ്ങനെ നോക്കി തിരിച്ച് കയറ്റി വിടാൻ വേണ്ടിയിട്ട് നിന്ന് അവിടെ തങ്ങി ഒക്കെ നിൽക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇതുപോലെ ബാക്കി ജീവികളെയൊക്കെ എല്ലാ നമ്മൾ റെസ്ക്യൂ ടീമിൽ 6 പേരാണുള്ളത്. 2 വനിതകളും 4 താൽക്കാലിക ജീവനക്കാരുമാണ്. അപ്പോൾ ഞങ്ങളൊരു 6 പേരും കൂടിയാണ് കൂടുതലും റെസ്ക്യൂവിനൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പോക്കും റെസ്ക്യൂ ചെയ്യലും എല്ലാം ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാം വളരെ ആസ്വദിച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ ഒരു വനിത എന്നുള്ള രീതിയിൽ ദുരനുഭവങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ട് ഈ ജോലിയിൽ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വനിതകൾ വളരെ കുറവായിരുന്നു. കുറച്ച് പേര് 1-2 പേരൊക്കെ ഉണ്ട്, മുന്നേ നേരത്തെ കയറിയവരുണ്ട്. പക്ഷേ വനിതകളെ ഒരു ബാച്ചായിട്ട്, അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ വനം വകുപ്പിൽ വനിതകൾ എടുക്കുന്ന 2017 ബാച്ചിലാണ്. അതിൽ എൻ്റെ ബാച്ചിലൊക്കെ ഉള്ള കുറേ പേരൊക്കെ പോയി, ഒരുപാട് പേര് പോയി. വളരെ കുറച്ച് പേരെ ഇനിയുള്ളൂ. ഇപ്പോൾ പുതിയ ഒത്തിരി പെൺപിള്ളേർ വരുന്നുണ്ട്. ദുരനുഭവം ഒരുപാടുണ്ടായിട്ടുണ്ട്. വനംവകുപ്പിൽ വന്നിട്ട് തുടക്കം മുതലേ നമ്മൾ സ്ത്രീകൾ വനംവകുപ്പിലേക്ക് വന്നതിൽ ഒരു ബുദ്ധിമുട്ടുള്ളതിന് പലരും ഉണ്ടായിരുന്നു. പിന്നെ സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയാറുണ്ട്, അതും അനുഭവമായിട്ട് തന്നെയുണ്ട്. ബുദ്ധിമുട്ട് ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അന്നും ഇന്നും എല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ട ഒരാളാണ്.
ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പറഞ്ഞ സങ്കടം വരും, കരച്ചിലൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. നമ്മളെ ചുറ്റും നിന്ന് എങ്ങനെ അടിച്ചമർത്താമെന്ന് അല്ലെങ്കിൽ തളർത്താമെന്ന് ആലോചിച്ച് നമ്മുടെ കൂടെ കൂടുന്ന ചില ആൾക്കാരുണ്ട്. ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വമായി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കൂടെ കൂടുന്ന ഒത്തിരി പേരുണ്ട്. അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം ഞാനത് ഒരു തളർച്ചയായിട്ട് ഒരിടത്ത് നിന്ന് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ ആളില്ലാതെ പോയേനെ. ചുമ്മാ അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിനെ ഞാൻ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരാളാണ്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് നേരിട്ടുള്ളത്, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി എടുക്കുന്നില്ല, അത്രേ ഉള്ളൂ. ശരിക്കും അങ്ങനെയാണ്, പക്ഷേ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നെഗ്ലക്റ്റ് ചെയ്യണം എന്ന് പറയും. അതുപോലെ പലരെയും പല സാഹചര്യങ്ങളും നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ താമസം ആര്യനാടാണ്, നെടുമങ്ങാട് ആര്യനാടാണ് താമസം. വീട്ടിൽ ഹസ്ബൻഡും 2 ആൺമക്കളുമാണുള്ളത്. ഹസ്ബൻഡ് സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്ററാണ്, സഹകരണ വകുപ്പിൽ ഇൻസ്പെക്ടറാണ്. 2 ആൺമക്കളാണ്. ഒരാൾക്ക് 15 വയസ്സ് കഴിഞ്ഞു, ഒരാൾക്ക് 12 വയസ്സായി. 9ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്നു. അവർ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ആരെ കൊണ്ട് ഇതുവരെയും ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഹസ്ബൻഡും പാമ്പിനെ കൊണ്ട് വീട്ടിൽ വരരുതെന്ന് പറയും. പക്ഷേ എന്നാൽ അത്യാവശ്യം രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് ഞാൻ പാമ്പിനെ എടുക്കാൻ പോകുന്നത്. പൈത്തനൊക്കെ കൂടുതലും രാത്രിയാണ്, 12 മണി 1 മണി 2 മണി ഇങ്ങനെയൊക്കെയാണ് പൈത്തനെടുക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പോഴത്തന്നെ ചിലപ്പോൾ ഓഫീസിൽ പോകാനും ബുദ്ധിമുട്ടായിരിക്കാം, പിന്നെ പോയിട്ടൊക്കെ വരാൻ രാത്രി കാലങ്ങളിൽ. അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ വീട്ടിലുള്ളൂ. അല്ലാതെ സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ രാത്രി 11 മണിക്ക് 12 മണിക്ക് എണീറ്റ് പോകുമ്പോൾ പോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു എൻ്റെ ജീവിതം. പക്ഷെ ഒരിക്കലും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒറ്റയ്ക്കാണെങ്കിൽ പിള്ളേർ കൂടെ വരാറുമുണ്ട്. രാത്രി ആയാലും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മക്കൾ കൂടി വരും. കാരണം ഞാൻ ഓഫീസിൽ നിന്നല്ല പോകുന്നത്, രാത്രി മിക്കവാറും വീട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ 2 വീലറിലോ എൻ്റെ കാറിലോ ഒക്കെ ആയിരിക്കും ഞാൻ പോകുന്നത്. കാരണം ഒരു പാമ്പിൻ്റെ ഒരു കോൾ വന്നാൽ നമുക്ക് ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ട് മേലുദ്യോഗസ്ഥനെ അറിയിക്കും, രാത്രി ആയാലും അറിയിക്കും. പക്ഷേ അവിടെ പോയിട്ട് നമ്മുടെ വണ്ടി എടുത്ത് ഡ്രൈവർ വണ്ടി വന്നിട്ടൊക്കെ പോകാനായിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് പാമ്പ് അവിടെ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താനേ നോക്കുള്ളൂ. അപ്പോൾ എൻ്റെ വാഹനത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. മക്കൾ വരാറുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വിഷമമായിരുന്നു, തുടക്കത്തിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. കുറേ നാൾ എന്നോട് മിണ്ടൂലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ എന്തുവാണ്, അത്രയും ഒരു ഭീകരതയാണ്. ഞാൻ ഇത്ര സന്തോഷത്തോടെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഈസിയാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് പേടിച്ചിട്ടാണ്. 2 ചേച്ചിമാരാണ്, അവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ചേട്ടന്മാരെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അഭിപ്രായം ഓഫീസിനകത്തിരുന്ന് ചെയ്യുന്ന ജോലി വേണം എന്നാണ്. പക്ഷെ ഞാൻ അതുമായിട്ട് ഭയങ്കരമായിട്ട് ചേരാത്ത ഒരാളാണ്. എനിക്കിങ്ങനെ നടന്ന് ഫീൽഡിൽ ജോലി ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫാമിലി. സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ റെക്കോർഡായോ? റെക്കോർഡൊന്നും ആയിട്ടില്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല സാറേ. വനം വകുപ്പിൽ ചിലപ്പോൾ റെക്കോർഡായിരിക്കും, കാരണം വനിതകൾ കുറവാണ്. ഇപ്പോൾ നമ്മൾ അരിപ്പയിലെ ട്രെയിനിങ്ങിൻ്റെ കൂടെ പാമ്പിനെ എടുക്കുന്നതിനുള്ള ലൈസൻസും കൂടി താല്പര്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫീൽഡിൽ ഇറങ്ങി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ആരെയും കുറ്റം പറയാൻ പറ്റൂല. ഞാനൊക്കെ രണ്ടും കൽപ്പിച്ചിറങ്ങി നടക്കുന്നു എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അതുപോലെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. വീട്ടിലുള്ള പ്രശ്നം കാണും, അല്ലാതെ ഒക്കെ ഒരുപാട്. അല്ലെങ്കിൽ നമ്മളത് കുറച്ച് ദിവസം അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ടൊന്ന് വന്നാലേ ശരിയാവുള്ളൂ. ഞാൻ പറഞ്ഞാൽ ഞാനിങ്ങനെ എങ്ങനെയോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ ഒരു നിയോഗമാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ റെക്കോർഡായി കാണും. കാരണം പൈത്തൺ പെരുമ്പാമ്പ് തന്നെ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒരു മാസം 22 എണ്ണത്തിനെയാണ് റെസ്ക്യൂ ചെയ്തത്. ഒരു മാസം 22 ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ 51 പൈത്തണായി. പെരുമ്പാമ്പ് മാത്രം 51 എണ്ണമായി. ബാക്കി വെനമസ് നോൺ വെനമസ് എല്ലാം കൂടി ഒരു 10-400ഓളം പാമ്പിനെ ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. സന്തോഷമാണ് സാറേ അതൊക്കെ. പിന്നെ നമ്മുടെ ഒരു സപ്പോർട്ട് ഇപ്പോൾ ഇൻസ്റ്റയിലായാലും ഇപ്പോൾ പ്രവാസി മലയാളികളൊക്കെ ഒരുപാട് പേരുണ്ട്, ആരാധകരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ആ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ
അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ നമുക്ക്. പലരും പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമാണ് ശരിക്കും. നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ എന്തുവാണ്, വീണ്ടും നമ്മളെ പ്രചോദനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശരി, റോഷ്നി ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. എന്തായാലും ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടല്ലോ, ഇനി ഉണ്ടാവട്ടെ. അതെ അതെ. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങള് മൂവ് ചെയ്യട്ടെ. അതെ, അപ്പൊ സാറ് അതിനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും സാർ അതിൽ എൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിന് സാർ എൻ്റെ വീട് വരെ വന്ന് ഇത്രയും ഒരു കാര്യം ചെയ്തതിൽ എനിക്ക് സാറിനോടും സാറിൻ്റെ പ്രേക്ഷകരോടും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരും കാണണം. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ശരിക്കും എനിക്ക് പാമ്പിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. എനിക്കിവിടെ നിങ്ങൾക്കും ഉണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് വളരെ പേടി. എന്നാൽ ശരിക്കും നിരുപദ്രവിയായ ഒരു ജീവിയാണ്, അതിനെ പേടിക്കേണ്ട കാര്യമില്ല, അതിനെ രക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരുപാട് പാഠങ്ങൾ റോഷ്നി പറഞ്ഞു തന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.